ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. നീ വലിയ ആർട്ടിസ്റ്റാണെന്ന നിന്റെ വിചാരം. ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ. എൻ്റെ പൊന്നോ, എൻ്റെ സത്യഭാമ ചേച്ചി, ബോഡി ഷേമിങ് കേട്ടിട്ടുണ്ട്. അത് ബോഡി ഷേമിങ്ങിൻ്റെ ഒരു പല ടൈപ്പ് ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ബ്രൂട്ടലായിട്ട് ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് പുള്ളിക്കാരി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് പുള്ളിക്കാരി ഇതേപോലെ അത് നല്ലൊരു ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി. സ്നേഹ എന്ന് പറഞ്ഞ പുള്ളിക്കാരി നല്ലൊരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരിയെക്കുറിച്ച് ഇതേപോലെ, അത് പുള്ളിക്കാരിക്ക് ഇച്ചിരി തടി ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യാനായിട്ട് എന്ത് തെറ്റാണ് പുള്ളിക്കാരി ചെയ്തത്? അതായത് പുള്ളിക്കാരി, എനിക്കറിയാൻ പാടില്ല ഈ സത്യഭാമ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്തുദ്ദേശിച്ചതാണ്. അത് നമ്മൾ എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരാൾ പോലെയാണ് പുള്ളിക്കാരിയുടെ സംസാരം. പുള്ളിക്കാരുടെ ബാക്കി വീഡിയോ കാണാം. നമസ്തേ. ഞാന് കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അതെല്ലാവർക്കും അറിയാലോ. വിവാദങ്ങളിൽ പെട്ട കാര്യമൊക്കെ നമുക്കറിയാം. അതായത് ഈ പുള്ളിക്കാരിയുടെ പണ്ടത്തെ ഒരു കേസുണ്ടായിരുന്നു. അതായത് കറുത്ത പെൺകുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നൃത്തം ചെയ്യാനുള്ള യോഗ്യതയില്ല എന്നാണ് പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പഴയ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. പഴയവരാണ്, ഒരു 2 വർഷമായി കാണും. അതായത് കറുത്ത പെൺകുട്ടികൾ പൊതുവേ ചെയ്താലും വലിയ മെച്ചം ഉണ്ടാവില്ല, ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. വെളുത്ത പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു പരിപാടി ഈ നൃത്തം എന്ന് പറഞ്ഞ പരിപാടി. ഈ പുള്ളിക്കാരി ആ ഒരു കോൺസെപ്റ്റാണ് ഈ പുള്ളിക്കാരിയുടെ. റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ റേസിസം. അത് അങ്ങനെ ഇവരൊരു ടീച്ചറല്ലേ, അത് ഇവർ പഠിപ്പിക്കുന്ന ഒരു ഗുരു. ആ ഗുരു എങ്ങനെ ഇതേപോലത്തെ ഒരു വേർതിരിവോടെ കാണുന്നത് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും വരുന്നില്ല. ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ ഒരു കാണാനുള്ള ഇത് വേണം. ആ ഒരു ഇത് ഇവർക്കില്ലാണ്ട് ഇവരെങ്ങനെ ഒരു ടീച്ചർ എന്ന് പറയുന്നത്? അത് എന്തായിക്കോട്ടെ, അതായത് ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് ഒരു സൗന്ദര്യമുണ്ടോ, ജനിക്കുമ്പോൾ കിട്ടുന്നൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിന് ചൂഷണം ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല ഇവരെ പോലത്തെ ഒരു. അപ്പൊ എനിക്ക് ആ പ്രശ്നം ഉണ്ടായ സമയത്തെ കുറേ പേര് എന്നെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രശ്നം ഉണ്ടായ സമയത്ത് കുറേ പേര് ഇവരെ അനുകൂലിച്ചെന്ന് പറയുന്നുണ്ട്. ആ അനുകൂലിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് എനിക്കൊന്ന് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് കാണാനായിട്ട്. അതായത് ഇതേപോലെ ഒരാളെ കറുപ്പും വെളുപ്പും എന്ന രീതിയിലുള്ള ഒരു കാറ്റഗറി ഉണ്ടാക്കി ഇവരെ മനസ്സിലാക്കണം. ആ ഒരു കാറ്റഗറി ഉണ്ടാക്കിയെടുത്ത് എല്ലാവർക്കും കൂടി ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ കേരളത്തിൽ പോലത്തെ നമ്മുടെ കേരളത്തിൽ പൊതുവേ ഈ നോർമലി ഇതേപോലത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. ഇവരെ പോലത്തെ ഉള്ളവർ ഇതേപോലത്തെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് കറുപ്പ് വെളുപ്പ് കറുത്ത ആൾക്കാർ ഇന്നേ ചെയ്യാൻ പാടുള്ളൂ, വെളുത്ത ആൾക്കാർ ഇന്നേ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കോൺസെപ്റ്റാണ് ഈ പുള്ളിക്കാരി. അത് പഴയ കാലഘട്ടത്തിൻ്റെ അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇത്രയും പ്രായമായി ഇനി ഇവരെ നമ്മൾ വെറുതെ പുള്ളിക്കാരിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇനി ആ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. ഒന്നെങ്കിൽ ചെറുപ്പത്തിൽ അത് ശരിയാക്കണമായിരുന്നു, പക്ഷെ അത് പുള്ളിക്കാരിക്ക് പറ്റിയില്ല. പുള്ളിക്കാരി അങ്ങനെ ആ ഒരു സാഹചര്യത്തിലായിരിക്കും വളർന്നത്. നമുക്ക് പുള്ളിക്കാരി ഏത് സാഹചര്യത്തിലാണ് വളർന്നതെന്നൊന്നും നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഇനി പുള്ളിക്കാരി തിരുത്താനൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരി ആ കോൺസെപ്റ്റിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത് വന്നവരുടെ ലിസ്റ്റ് ഒന്ന് കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ടായിരുന്നു, ആ വഴി പോകാതിരിക്കാനാണ്. ബാക്കി കാണാം. കുറേ പേര് എന്നെ മാനസികമായി തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ കരിയറിനെ നശിപ്പിച്ചു അവര് എന്ന് തന്നെ ഞാൻ പറയും. കരിയർ നശിപ്പിച്ച രീതിയിൽ, തകർക്കുന്ന രീതിയിൽ ഇവർ എന്തോ ചെയ്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മുടെ സ്വന്തം കുഴി കുത്തിയിട്ട്, നമ്മുടെ സ്വന്തം കുഴി നമ്മൾ തന്നെ കുഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവർ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അതായത് അതേപോലത്തെ ഐറ്റംസാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ആണെങ്കിലും ഇപ്പോഴത്തെ ഈ കേസാണെങ്കിലും, അതായത് അവർ നൃത്തം ചെയ്യാതിരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അവർ തടിച്ചിട്ടാണെങ്കിലും മെലിഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിലും തടിച്ചൊരു പെൺകുട്ടിയാണെങ്കിലും നൃത്തം നല്ലതായിട്ട് കളിക്കുന്ന ആരാണെങ്കിലും ഞാൻ ഡാൻസ് എന്ന സാധനം അത് ഞാൻ അത്യാവശ്യം ഡാൻസൊക്കെ കളിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഡാൻസിൻ്റെ അകത്ത് ഈ തടി ഉള്ളവർക്ക് കളിക്കാൻ പറ്റും, തടി ഇല്ലാത്തവർക്ക് കളിക്കാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരു ഇതുമില്ല. ക്ലാസിക്കൽ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, നല്ലതായിട്ട് കളിക്കുന്നത് സ്ലിം ആയിട്ടിരിക്കുന്നവർക്ക് നല്ലതായിട്ട് കളിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ അപ്രീഷിയേറ്റ് തന്നെ ഇരിക്കും. ഇപ്പോൾ എത്ര തടിയുള്ളവർ നല്ല അടിപൊളിയായിട്ട് ക്ലാസിക്കൽ ഡാൻസും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തടി ഉണ്ടെന്ന് വെച്ച് ഇവരൊരു കലാകാരി ആവില്ല, അങ്ങനത്തെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് കഴിവുണ്ടോ, അത് നമ്മുടെ ബോഡീൻ്റെ ആയിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് കഴിവുണ്ടോ, നമ്മൾ നല്ല ഡാൻസറാണോ, നമുക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്റ്റേജ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാനെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പരിപാടി ഇപ്പോൾ പറഞ്ഞ പരിപാടി ചെയ്യത്തില്ലല്ലോ.
അതായത് ഇവർക്ക് എന്താ പ്രശ്നമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതേപോലെ എന്തോ ഇനി വൈറലാവാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി കാണിക്കുന്നതാണോ അതോ പുള്ളിക്കാരിയുടെ അറിവില്ലായ്മ കൊണ്ട് കാണിക്കുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടും ദൈവത്തിൻ്റെ ഇത് നോക്കിയിട്ടാണ്, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മണ്ടക്കോട്ടിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കുറച്ചെങ്കിലും ഒരു ന്യായവും ഇതൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്ത് ഉള്ള തെണ്ടിത്തരം എല്ലാം കൂടെ കാണിച്ചു കൂട്ടിയിട്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത് അത് വളരെ തെറ്റായ കാര്യമാണ്. ബാക്കി കാണാം. ഓട്ടംതുള്ളിൽ പിടിച്ച ഒരുത്തി, ഇവള് ഓട്ടംതുള്ളലാണ്. ശ്രദ്ധിക്കുക, ഇനി പറയാൻ പോകുന്നത് സ്നേഹയെക്കുറിച്ചാട്ടോ. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതായത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഇത് നേരത്തെ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട്, മറ്റേ മറിമായം എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഗ്രാമാണെന്ന് പുള്ളിക്കാരി ആദ്യം പറയുന്നുണ്ട് കേട്ടോ, നോട്ട് ദ പോയിന്റ്. ഇനി പുള്ളിക്കാരി വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുന്നുണ്ട്. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി, അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവർ പറയുന്നുണ്ട് ഒരു ഭരണീനെ മറ്റേ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരി ഒരാളെ ബോഡി ഷേം ചെയ്യുന്നത്, ഒരു ഭരണിപ്പരമം. അതായത് ഇവർക്ക് ലജ്ജയില്ല. ഇവരൊരു ആക്ച്വലി ഒരു ടീച്ചറല്ലേ, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ഒരു പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇതേപോലെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറല്ലേ, ആ ടീച്ചറിൻ്റെ നാവിൽ നിന്നാണോ ഇതേപോലെ വരുന്നത്? അതായത് ഇവരെടുത്ത് ഡാൻസ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ, എനിക്ക് പറഞ്ഞു ഇവരുടെ അടുത്ത് ഡാൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അത് പാരൻസിനെ വേണം പറയാൻ. അത് പാരൻസ് അവർ എന്ത് കണ്ടിട്ടാണ് ഇവരുടെ എന്ത് ഡാൻസ് ആയിക്കോട്ടെ, ഇവരുടെ ഡാൻസ് നല്ല സൂപ്പറാണെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് കുട്ടികൾക്ക് മെയിനായിട്ട്, അതായത് ഈ ചെറു പ്രായത്തിൽ തന്നെ ഡാൻസ് പഠിപ്പിക്കുന്നതിനും നല്ല സ്വഭാവമുള്ള ഒരാളുടെ അടുത്ത് വേണം ഇതേപോലെ വിടാനായിട്ട്. എന്നാലും നമ്മൾ ചെറുതിലെ കൊച്ചുങ്ങൾ വരുന്ന സമയത്ത് ഗ്രൂമായി വരത്തുള്ളൂ. അതേ സമയത്ത് ഈ ചെറിയ പിള്ളേരൊക്കെ ഈ പുള്ളിക്കാരടുത്ത് ഡാൻസ് പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും ഇതേപോലെ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞുള്ള വിഷം പുള്ളിക്കാരി നോർമലി ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരിയുടെ സ്കൂളിൽ വരുന്നിടത്ത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ, അതായത് ഈ സ്ത്രീ അതായത് ആണിനെ ആണെന്ന് പറയും, പെണ്ണിനെ പെണ്ണെന്ന് പറയും, വേറെ രീതിയിൽ പുരുഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പെണ്ണിനെ സ്ത്രീ എന്ന് പറയാം. അതിൽ എന്താ ഒഫൻസീവ് ടോക്കാന്ന് എനിക്കറിയാൻ മനസ്സിലാവുന്നില്ല പുള്ളിക്കാരി ഇത്രയും ഒഫൻഡഡ് ആവാനായിട്ട്. ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി, അതിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. പിന്നെ സ്ത്രീ എന്നല്ലാണ്ട് പിന്നെ ലുല്ലു മോൾ എന്ന് വിളിക്കാൻ പറ്റുമോ? അത് പുള്ളിക്കാരി ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരി സ്ത്രീ എന്നല്ലാണ്ട് പുള്ളിക്കാരനെ എന്താ പിന്നെ വേറെന്താ വിളിക്കേണ്ടത്? സ്ത്രീ എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കേണ്ടത്? പുള്ളിക്കാരിക്ക് എന്തോ പ്രശ്നമുണ്ട് പുള്ളിക്കാരിക്ക്, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ, എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണം? ഇപ്പോ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? അതെ, നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും, എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ കേട്ടാ. നീ പഠിച്ച തൊഴിൽ നീ മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ സ്നേഹ പഠിച്ച സാധനം എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചത്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. എല്ലാവരുടെ കൂടെയൊക്കെ ഞാൻ കളിക്കാം. ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അതിൻ്റെ ഒരു വിവരമില്ലായ്മ പുള്ളിക്കാരിക്കുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്നേഹ എന്ന് പറഞ്ഞ ആക്ടർ, അത് പുള്ളിക്കാരി മറിമായത്തിൽ പുള്ളിക്കാരി നല്ലൊരു കഥാപാത്രം ചെയ്യുന്നത്. ആ മറിമായം എന്ന് പറഞ്ഞാൽ ചില പരിപാടി ചില എപ്പിസോഡൊക്കെ നല്ല രസമുണ്ട് നമുക്ക് കാണാനായിട്ട്. പുള്ളിക്കാരി രീതിയിൽ നല്ലതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലെന്തിനാ പുള്ളിക്കാരി ഇതേപോലെ ഇത്രയും ഒഫൻഡഡ് ആവുന്നതെന്ന് എനിക്കറിയുമ്പോൾ പുള്ളിക്കാരി പറയുന്ന മറിമായത്തിൽ ഇവർ വന്നു, ഇവർ ചെയ്ത ജോലി നീ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്? എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ചേ, നീ പഠിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴും അറിയണത് നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത്. തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ്, അത് സത്യം സമ്മതിച്ചു. നീ അത് തുള്ളു. ഇത് ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് ഇത് ഒരു ഡബിൾ മീനിങ് പോലെയാണ് പുള്ളിക്കാരി പറയണത് കേട്ടോ, ഇത് ഓരോ കാര്യങ്ങളും. നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വല്ല ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം? കഞ്ഞി കുടിക്കാനല്ലേ? അതേ, കഞ്ഞി കുടിക്കാനായിട്ട് അവർ ചിലപ്പോൾ മറിമായത്തിൽ പോയി കാണും. അതിനിപ്പോൾ എന്താ പ്രശ്നം? അതായത് എല്ലാവരും കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പട്ടിണി കിടക്കണോ? അതായത് പുള്ളിക്കാരി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ടോ? പിന്നെ അല്ലാണ്ട് പിന്നെ പുള്ളിക്കാരി എന്താ പട്ടിണി കിടക്കണോ? ജോലി എടുക്കാണ്ട് പിന്നെ വെറുതെ വീട്ടിൽ ഇരുന്ന് പട്ടിണി കിടന്ന് ചാവണോ? എല്ലാവർക്കും ഓരോ തൊഴിൽ. ഇപ്പോൾ ഇവർക്ക് ഇവരുടെ ഡാൻസ് സ്കൂളിൽ പിള്ളേർ വന്നില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും?
പുള്ളിക്കാരി എൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളിക്കാരി അടിപൊളി ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി മറിമായം എന്ന് പറഞ്ഞ പരിപാടിയിൽ പുള്ളിക്കാരി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളിക്കാരി നല്ലൊരു ആർട്ടിസ്റ്റാണ്. നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? നിനക്ക് ഇപ്പൊ കളി കാണണം. എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് കേട്ടാ. നീ പറഞ്ഞില്ല ആരോ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട്? നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത? എന്താ സംശയമുണ്ടോ നിനക്ക്? നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കും, ഞാൻ വന്ന് കളിക്കാം. ഇനി നാട്ടിലെ പരിപാടിക്ക് വിളിച്ചിട്ട് ഈ ആ നാട്ടുകാരുടെ തെറിവിളിയും കൂടെ ഇവർക്ക് കിട്ടാനിട്ട കുറവും കൂടെ ഉള്ളൂ. അതായത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇവർക്ക് മാന്യമായ രീതിയിൽ ചോദ്യം ചെയ്യാം. അതായത് ഈ പുള്ളിക്കാരി ഇപ്പോൾ സ്നേഹ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇപ്പോൾ ഇവർക്ക് എഗെയിൻസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാന്യമായ രീതിയിൽ ഇഷ്ടം പോലെ രീതിയിൽ ഇതേപോലെ ചെയ്ത് മോശമാണ്, അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ ഇവർക്ക് അല്ലെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാം. അതേ വന്ന് പുള്ളിക്കാരിയുടെ ബോഡി ഷെയ്മിങ് ചെയ്ത് ഭയങ്കര രീതിയിൽ അങ്ങ് ഇല്ലാണ്ടാക്കി, ഒരാളുടെ ക്യാരക്ടർ അങ്ങ് ഇല്ലാണ്ടാക്കി, ഒരാളെ അങ്ങോട്ട് ക്യാരക്ടർ അസാസിൻ ചെയ്ത രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനിയും പുള്ളിക്കാരി മിക്കവാറും ഇനി 2-3 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരി ഏറെ തന്നെ ആയിരിക്കും. ഇനി നീ അത് വിചാരിച്ചോ? നീ വിചാരിച്ചോ നിന്റെ നടവിടെ മാത്രമേ പോകുള്ളൂന്നാ? എനിക്കൊരു അവസരം കിട്ടും, ഞാൻ അതിന് വേണ്ടിയിട്ടാ. ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് കഞ്ഞി കുടിച്ചും എല്ലാവരും പറയും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ എൻ്റെ അന്തസ്സായിട്ടൊരു തൊഴിലുണ്ട്, എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എന്താ പാടില്ലാത്തത്? പക്ഷെ ഞാൻ തുടങ്ങിയത് എന്താ അറിയാം? നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവോന്ന്? യെസ്, പുള്ളിക്കാരി യൂട്യൂബ് തുടങ്ങി എന്തായാലും ക്ലിക്കാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് ഇതാണ് ആവശ്യം. അതായത് പുള്ളിക്കാരി സംസാരിക്കുന്ന പോലെ ഡെയിലി ഓരോ ടോപ്പിക് എടുത്തിട്ട് ചുമ്മാ ഇതേപോലെ എന്തെങ്കിലും ആരെയും കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു 2 വീഡിയോ കൊണ്ട് പുള്ളിക്കാരി 10 മില്യനോ 20 മില്യനോ അടിച്ചിരിക്കും. യൂട്യൂബിന് ഇതാണ് ആവശ്യം. വെൽക്കം ടു യൂട്യൂബ്. ഇനി യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ മലയാളികളെ ബാൻ ചെയ്ത് കളയും ഇനി യൂട്യൂബ്. നർത്തകിയാണ്. അപ്പോൾ ആർഗിളിച്ചന്റെ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ എന്റെ അഭിപ്രായം അന്ന് തന്നെ എന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആളാണ്. അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു. അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നൊന്നും പുള്ളിക്കാരി ടീച്ചറാണ്. പക്ഷേ വിത്ത് റെസ്പെക്റ്റ് പുള്ളിക്കാരി പറഞ്ഞു ടീച്ചർ. മറ്റേ പുള്ളിക്കാരി വിത്ത് റെസ്പെക്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ടീച്ചർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിള്ളേരെ ഭയങ്കര ഒരു വാല്യൂ ഉള്ളൊരു പേരാണ്. മാതാപിതാ ഗുരു ദൈവം. ആ ഒരു ഇതിൽ മറ്റേ എന്താ അതിൻ്റെ ഒരു അർത്ഥം അറിയത്തില്ല ഈ പുള്ളിക്കാരിക്ക്. എന്താ ഇത്? ഒരു പുള്ളിക്കാരി ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്നതല്ലേ? ഇതേപോലെ ഡാൻസ് ചെറിയ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ? ഇതേപോലെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നതല്ലേ? ഇതേപോലെ പുള്ളിക്കാരി ദൈവം 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 എന്ന് പറയുന്നത് ഈ ദൈവം 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 എന്ന് പറയുന്നിട്ട് ഈ പുള്ളിക്കാരിയുടെ വായിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ഒരു ടീച്ചറിനൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല. അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എത്രത്തോളം മാനസിക പീഡനം അവര് സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ദയവേത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത്, ഇത്തരം ജഡ്ജസിനെ ദയവേത് നിങ്ങൾ വിളിക്കരുത്. അതുപോലെ എൻ്റെ ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ ചോദിക്കും, അതായത് ഇതേപോലെ പുള്ളിക്കാരിയെ പോലെ സത്യഭാമ പോലത്തെ ആൾക്കാർ ജഡ്ജിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നല്ല ഇപ്പോൾ ഒരു ഡാർക്ക് ടോണായിട്ടുള്ളൊരു കൊച്ചു വന്ന് ഡാൻസ് ചെയ്തു, ആ കൊച്ചിൻ്റെ ഡാൻസ് നല്ലതാണ്, ഈ പുള്ളിക്കാരി പ്രൈസ് കൊടുക്കത്തില്ല. പുള്ളിക്കാരിയുടെ കാഴ്ചപ്പാടി വെളുത്ത കൊച്ച് നല്ല ഫുൾ മേക്കപ്പ് ഇട്ട രീതി വന്ന് ഡാൻസ് ഇച്ചിരി കൊള്ളത്തില്ലെങ്കിലും പുള്ളിക്കാരിക്ക് പ്രൈസ് കൊടുക്കുന്നത്. ഇത് ഭയങ്കര ബയസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി. പുള്ളിക്കാരിക്ക് എന്ന് വെച്ചാൽ പുള്ളിക്കാരി ജഡ്ജ് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളെ ജഡ്ജ്മെൻറ്റിന് വിളിക്കാനേ പറ്റത്തില്ല. ഇന്നത്തെ ഞാൻ പറയുന്നതിൽ യോജിക്കുന്നുണ്ട്. അതായത് ഈ പുള്ളിക്കാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെയും അവരുടെ പാരൻസിൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ പുള്ളിക്കാരി പഠിപ്പിക്കുന്നത് ഇതേപോലത്തെ സാധനം ഇഞ്ചെക്ട് ചെയ്ത് ആ കൊച്ചു പിള്ളേർക്കും ഇന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ കളർ ഇച്ചിരി കറുത്ത ഇതാണെങ്കിൽ പുള്ളിക്ക് പിടിച്ച് പുറയിൽ നിർത്തുന്ന പരിപാടി അതൊക്കെ കാണുമായിരിക്കും. നമുക്കറിയത്തില്ലല്ലോ, ഇനി ഇവരുടെ സ്കൂളിൽ നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് നടക്കുന്നത്, നമുക്കറിയത്തില്ലല്ലോ. പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല. തീർച്ചയായിട്ടും ഇത് ഞാൻ എഗ്രി ചെയ്യുന്നു. അതായത് ഭയങ്കര നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല.
നെഗറ്റിവിറ്റി അറ്റ് പീക്ക്. ഇതിൻ്റെ അത്രയും ടോപ്പിൽ ഇനി വേറെ ഒന്നും നിൽക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേരെപ്പോഴും ഇതേപോലത്തെ ഉള്ള യങ് ഏജസിലായിരിക്കും ഇവർ കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ ക്യാച്ച് ചെയ്ത് വരുന്നത്. അതായത് ഇപ്പോൾ ഇവർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കും ഇവർ നോർമലി ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നത്. ഇവരിത് എന്ത് കണ്ടുപിടിക്കേണ്ട? അതായത് എൻ്റെ കൂടെ ഒരു കറുത്ത കൊച്ചുണ്ടെങ്കിൽ ആ കറുത്ത കൊച്ചിൻ്റെ സ്കിൻ കളർ കറുപ്പാണെങ്കിൽ അവരെ മാറ്റി നിർത്തണോ? അതായത് വെളുത്തൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് മാത്രമേ ഈ കൂട്ടുകൂടാൻ പാടുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പുള്ളിക്കാരി കൊണ്ടുവരുന്നത്. അതായത് കറുപ്പ് വെളുപ്പ് ഈ ഒരു കോൺസെപ്റ്റാണോ പുള്ളിക്കാരി ഈ മെയിനായിട്ട് ആ ടൈപ്പ് ഒരു കോൺസെപ്റ്റാണ് ഈ പുള്ളിക്കാരുടെ മനസ്സിലുള്ളത്. പുള്ളിക്കാരിക്ക് അതിപ്പോൾ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ സത്യഭാമ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ ക്യാഷ് ബേസ് ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസാവും. അത് പുള്ളിക്കാരിക്ക് അറിയാം. അതെന്തോന്നും പുള്ളിക്കാരിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തെ. പുള്ളിക്കാരി മറ്റേ ഭരണിയുടെ അത്രയും സത്യഭാമ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഭരണിയെ പോലെയാണ് ഈ പുള്ളിക്കാരിയെ പോർട്രേറ്റ് ചെയ്യുന്നത്. ഇച്ചിരി തടിയുണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ പ്രശ്നം. ഇപ്പോൾ നല്ല തടിയുള്ള ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ എന്താ പ്രശ്നം? ഡാൻസ് എന്ന് പറഞ്ഞ സാധനം അവർക്ക് ഡാൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവർക്ക് കഴിവുണ്ടെങ്കിൽ, അവർക്ക് തടി ഉണ്ടെങ്കിൽ, വലിയ ആനയെ പോലെ ഇരിക്കുന്ന ആളാണെങ്കിലും മെല്ലിഞ്ഞ് അസ്ഥി പോലെ ഇരിക്കുന്ന ആളാണെങ്കിലും ഡാൻസ് എന്ന് പറഞ്ഞ സാധനം അവർക്ക് അതിൻ്റെ ഉള്ള കഴിവുണ്ടെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കണം. അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോൾ ആൾക്കാർക്കുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.